ഉടമ്പടി ഒരു ജീവിതക്രമമാണ്. പലപ്പോഴും ഉടമ്പടിയുടെ ഓരോ ദിവസങ്ങളും ഈ സാക്ഷ്യത്തിൻ്റെ തറയിൽ നിൽക്കുമ്പോൾ നമ്മളെ വല്ലാത്ത രീതിയിൽ സംഭ്രമിപ്പിക്കും. കാര്യം നാനാജാതി മതസ്ഥർ ഒരു ഷോർട്ട് ടൈമിൽ വെറും വളരെ ചുരുങ്ങിയ 4 മണിക്കൂറല്ലേ നിങ്ങൾ ഉടമ്പടി കാര്യങ്ങൾ ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ. 30 വർഷം ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ എക്സ്പീരിയൻസാണ് ചിലർക്ക്. ചിലർ 40 വർഷമൊക്കെ ദൈവകാര്യം കേട്ടിട്ട് ഇന്ന് വരെ പച്ച പിടിക്കാത്ത ആൾക്കാരുണ്ട്. ഇത് 4 മണിക്കൂറാണിത് കേൾക്കണത്, ദൈവകാര്യം കേൾക്കണത്. പക്ഷെ അവരതിൻ്റെ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. കേൾക്കുന്ന സമയങ്ങളിൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിവാരണം ചെയ്യപ്പെടണം. ഈ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ ഞാനായിരിക്കും അവിടെ നിന്നുകൊണ്ട് ഈശോയുടെ നാമത്തിൽ സംസാരിക്കണത്. പക്ഷേ ചിലർ ഇതിൻ്റെ അകത്ത് ഈ അതായത് ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ എല്ലാവരുമാണ്, അല്ലാതെ കുറച്ച് പേര് സെമിനാരിൽ ചേർന്ന് വൈദിക വിദ്യാർത്ഥികളായിട്ട് കുറേ 10 കൊല്ലം പഠിക്കണം അങ്ങനെയുള്ള കക്ഷികൾ മാത്രമല്ല. ദൈവത്തിൻ്റെ വാക്കുകൾ വളരെ സുതാര്യവും ലളിതവും ഹ്രസ്വവും ആണ്. എന്താണ്? അവരെല്ലാവരും ദൈവവചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ആ സാധ്യത മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ വചനം പറയുമ്പോഴും നിങ്ങളൊക്കെ ജോസഫ് വചനമല്ല, ഞാനതിന് ശബ്ദം നൽകുന്ന മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ റിട്ടേൺ വേർഡ് ഓഫ് ഗോഡിന് ഞാനൊരു സൗണ്ട് ചെയ്ത് കൊടുക്കും, ഞാൻ ശബ്ദം കൊടുക്കും. എന്നിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പാരറ്റസ് ചെവിയല്ലേ അല്ലേ? അപ്പം ചെവിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇനി ശബ്ദം കൊടുക്കാൻ, ശബ്ദസംബന്ധമായ കാര്യങ്ങളല്ലേ ചെവി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വാക്കുകൾ എടുത്തിട്ട് നിങ്ങളുടെ ചെവിക്കും എൻ്റെ ചെവിക്കും പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ ശബ്ദം കൊടുക്കും അതിന്. അപ്പം നിങ്ങളത് കേൾക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചിലരെന്ത് ചെയ്യും, അത് മനുഷ്യനാൽ പഠിപ്പിക്കുന്ന പോലെയും ആകും, ദൈവത്താൽ പഠിപ്പിക്കുന്ന പോലെയും ആകും. ഇപ്പം നിങ്ങളൊരു 100 പേരുണ്ടെന്ന് വിചാരിച്ചോ, 50 പേർക്ക് ഞാൻ ജോസഫ് അച്ഛൻ പഠിപ്പിച്ച പോലെയാവും, മനുഷ്യൻ പഠിപ്പിച്ച പോലെയാവും. 50 പേർക്ക് ദൈവം പഠിപ്പിച്ച പോലെയാവും. അതെങ്ങനെ അറിയാൻ പറ്റും? ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതാണ് സംഭവം. ഈ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല എന്നർത്ഥം. ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല. നമ്മൾ ഇരുട്ടത്ത് ഇറങ്ങി നടക്കുകയാണ്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല നമുക്ക്, അല്ലേ? നമുക്ക് ഇരുട്ടത്ത് നടക്കണം, അത് പവർ കട്ടാണെന്ന് വിചാരിച്ചോ, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. കാര്യം വചനത്തെ സംബന്ധിച്ചിടത്തോളം വചനത്തെക്കുറിച്ചുള്ള ഒരു വാക്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം തൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിൽ പ്രകാശവുമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 119 സങ്കീർത്തനം 105 തിരുവചനം. 119 സങ്കീർത്തനം 105 തിരുവചനം. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപ്പൊ ഓരോ വചനത്തിൻ്റെയും അതിൻ്റെ മിഷൻ എന്താണ്? ദൗത്യം. വചനത്തിൻ്റെ ദൗത്യം എന്താണ്? ഓരോ വചനവും അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, എന്താണ്? പാതയിലെ പ്രകാശവുമാണ്. എന്നുവെച്ചാൽ ഞാൻ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ കൂടിയാണ് ഇത് പോണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഞാൻ നടക്കേണ്ട വഴി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 32 സങ്കീർത്തനം 8 തിരുവചനം. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പൊ എല്ലാ ഈച്ച് ആൻഡ് എവരി ഡിസിഷന്, തീരുമാനങ്ങൾക്കെല്ലാം കറസ്പോണ്ടിങ് ലൈറ്റ് ഓഫ് വേർഡ് ഉണ്ട്. പ്രകാശത്തിൻ്റെ വചനങ്ങളുണ്ട്. ലൈറ്റ് ഓഫ് ദി വേർഡ്, പ്രകാശത്തിൻ്റെ വചനം.
അതായത് ഓരോ വിഷയത്തിനും അതിനാവശ്യമായ ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമായ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. ഉടമ്പടിയിലെ ഒരു പ്രധാനപ്പെട്ട എക്സസൈസ് എന്താണ്? അരമണിക്കൂർ വചനം വായിക്കുക. പിന്നെന്താണ്? ഉടമ്പടി ധ്യാനം എല്ലാ ദിവസവും കൂടുക. ഇപ്പോൾ അഡീഷണലായിട്ട് വെച്ചിരിക്കുന്നത് എന്താണ്? ഡെയിലി ബ്രെഡ്. അല്ലാതെ ഉടമ്പടിയുടെ പരിസരങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ, ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വിഹിതമായ വചനങ്ങൾ അറിയണം നമ്മൾ. ഉടമ്പടി വിഹിതമായ വചനങ്ങൾ, ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് വരണത്. നമ്മുടെ ഉടമ്പടി ജീവിത പാതയിൽ വെളിച്ചമായിട്ട് വരുന്നത് ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ്. അതുകൊണ്ടാണ് അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറയുമ്പോൾ ഉടമ്പടി വചനമാണ് നമ്മൾ വായിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞു. ഒരു കൊതമംഗലത്തിലൊരു കൊച്ചോട്ടെ, എൻ്റെ പേര് ഞാൻ പറഞ്ഞേ. അവൻ സാക്ഷ്യം പറഞ്ഞു, അവന് ബൈബിൾ അവരുടെ ജില്ലയിൽ ബൈബിൾ ജിസ്മോൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ബൈബിൾ ക്വിസാണ്. അവനെന്താ ചെയ്യണത്? അവൻ രാവിലെ എഴുന്നേറ്റിട്ട് ഡെയിലി ബ്രെഡ് കേൾക്കും, എന്നിട്ട് അതിൽ പറയുന്ന വചനങ്ങളെല്ലാം കുറിച്ച് വെക്കും. അത് മാത്രമാണ് അവൻ പഠിച്ചിരിക്കുന്നത്. 2 മാസത്തെ വചനങ്ങൾ ഗൃഹപാഠമായിട്ട് പഠിച്ചു. 102 വചനങ്ങൾ പഠിച്ചു. 302 വചനങ്ങൾ അവൻ പഠിച്ചു. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഉടമ്പടി വളരെ ദൈവികമായ ഒരു സംവിധാനമാണ്. കാര്യം അത് എന്നെ ഞെട്ടിക്കണമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ അച്ഛനായിട്ട് ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് 39 കൊല്ലം ആയി, അപ്പം കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ ജനങ്ങളെ അനുദിനം ഒരുമിച്ച് കൂട്ടുകയും നാനാജാതി മതസ്ഥരെ അവരുടെ വേദന കാലങ്ങളിലെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും പരിപാലനയിലേക്കും വിളിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ ഞാൻ എൻ്റെ ജന്മത്തെ കണ്ടിട്ടില്ല. ഞാൻ ചരിത്രം നല്ലോണം പഠിക്കുന്ന ആളാണ്. ഓരോ ശുശ്രൂഷകളും എന്ന് തുടങ്ങി. ഇപ്പോൾ നിത്യാരാധന ഇന്ന് 13-ാം നൂറ്റാണ്ടിലാണ് നിത്യാരാധന തുടങ്ങിയത്. 13-ാം നൂറ്റാണ്ട് 700 കൊല്ലമേ ആളെ നിത്യാരാധന തുടങ്ങിയിട്ട്. പുരുഷൻ്റെ വഴി സഭയിലെ ശുശ്രൂഷയാണ്. അതിൻ്റെ തുടങ്ങിയിട്ട് 800 കൊല്ലമായി. 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. ജപമാല 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. പക്ഷേ ഇതെല്ലാം അനുവർത്തിക്കുന്നത് ആരാണ്? ദോസ് ഹു ആർ മെൻറ്റ്. അത് ആരാണ് ഇതോടെ മെൻറ്റ്? കാത്തലിക്സാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഉടമ്പടി കാലം വന്നപ്പോഴാണ് ക്രിസ്ത്യൻസിന് മൊത്തം CSI, പെന്തക്കോസ്ത്, മാർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബ, കത്തോലിക്ക, ഇനി നോൺ ക്രിസ്ത്യൻസ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാനും കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാനുള്ള സംവിധാനമായിട്ട് ദൈവം തന്നാണ് ഉടമ്പടി. അതിപ്പോഴേ നമ്മൾ 16-ലാണ് ഇത് ആക്ടിവേറ്റ് ആകണത്. 16 തൊട്ട് ഇങ്ങോട്ട് 8 കൊല്ലത്തെ വളർച്ചയിൽ എന്തൊരു വളർച്ചയാണ് ജനങ്ങൾ, എന്തൊരു ദൈവാനുഭവമാണ് ജനതകൾ പ്രാപിച്ചത്. അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. മത്തായി 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അത് ഈശോനെ കുറിച്ചാണ് അത് പറയണത്. പക്ഷെ അതിൻ്റെ ഫലപ്രാപ്തി ഈശോൻ്റെ കാലത്ത് പോലും അതേസമയം തന്നെ വിജാതിയരും യഹൂദരുമൊക്കെ ഈശോയെ സ്വീകരിക്കുന്നതിന് ഭയങ്കരമായ തടസ്സങ്ങളുണ്ടായിരുന്നു. സഭയിൽ വിവാദങ്ങളായ പഠനങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. ചില യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്ത്യാനിസായിട്ടുള്ള പത്തോസിനെപ്പോലുള്ളവർ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ വിജാതിയരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ പത്തോസ് ആദ്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം യഹൂദരാകണം, പിന്നെ നിങ്ങളെ സർക്കംസിഷനൊക്കെ ചെയ്യണം, ഛേദനാചാരം ചെയ്യണം, എന്നിട്ട് ക്രിസ്ത്യനായിട്ട് ബാപ്റ്റിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ സങ്കീർണങ്ങളായ പഠനങ്ങളൊക്കെ വന്നു. അതിനോട് ബന്ധപ്പെട്ട് ഇതുപോലെ കാഴ്ചപ്പാടുകളുടെ വിഷയമങ്ങൾ കാരണം ഒത്തിരി ആര്യനിസം അങ്ങനെയൊക്കെ കുറേ അധികം പാഷാണ്ഡതകളും സിസ്റ്റമുകളൊക്കെ സഭയിലുണ്ടായി. പിന്നെ സഭയുടെ കുറേ പണി തന്നെ ഇതിന് മറുപടി പറഞ്ഞ് നടക്കുന്നതായിരുന്നു. കുറേ നൂറ്റാണ്ടുകൾ തന്നെ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിവാദമില്ല. എന്താണ്? സിമ്പിളാണ്, എല്ലാവർക്കും സിമ്പിളാണ്. ഫസ്റ്റ് ഫ്രഷ് കമേഴ്സിന് വരെ എന്താണ്? വേറെ ഒന്നുമില്ല, അവൻ പറയണ പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. വീഞ്ഞില്ല, വെള്ളമില്ല, ജോലിയില്ല, ജീവിതമില്ല എന്നൊക്കെ പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാം. എത്ര സാമ്പത്തികമായ ബാധ്യതകൾ കിടന്നവരും രോഗമൂർച്ചയിൽ കിടക്കുന്നവർക്കും ആരോഗ്യത്തേക്ക് തിരിച്ചു വരാം. സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. എന്താണ്? സുവിശേഷവിഹിതമായി ജീവിതം പുനഃക്രമീകരിക്കണം. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തുടരുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരം തുടരുകയോ അതൊന്നും ഉടമ്പടി അവിടെ വന്ന് ആരെയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നിങ്ങളോട് എന്താ പറയണത്? നിങ്ങൾ
ക്രിസ്തുവിൻ്റെ ഈ ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബങ്ങൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത് അനുസരിച്ച് ചെയ്യുമ്പോൾ പിന്നെ എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമാണ് നടക്കുന്നത്, അല്ലാതെ സഭയുടെ പഠനങ്ങളനുസരിച്ചല്ല. അതായത് വ്യത്യാസം അതാണ്. അതുകൊണ്ടാണ് ഞാൻ നോൺ ക്രിസ്ത്യൻസിനെ ഡിസ്റ്റർബ് ചെയ്യാത്തതിൻ്റെ കാരണം. നിങ്ങൾക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് കാത്തലിക്സ് സഭയുടെ പഠനങ്ങൾക്കാണ് പ്രധാനം. ദൈവവചനം പോലെ പ്രാധാന്യമാണ് സഭയുടെ പഠനങ്ങൾക്കും. കാര്യം ഞങ്ങൾക്ക് അതിൻ്റെ ആ മേഖലയിൽ ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യങ്ങൾ തന്നിട്ടുണ്ട് സഭ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫ്രഷ് കമേഴ്സാണ് വരണത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം? നിങ്ങളുടെ ആധാരങ്ങൾ എന്താണ്? വചനമാണ് നിങ്ങളുടെ ആധാരം. നിങ്ങളുടെ അവലംബം എന്താണ്? ആ വചനം അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റിസ്ക് തീർന്ന്, നിങ്ങൾക്ക് കടമാണ്, രോഗമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, നിങ്ങളതിൻ്റെ അകത്ത് ആശ്രയം വെച്ചിരിക്കുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി അവലംബം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ മുന്നേറുന്നവരെ നിങ്ങൾക്കറിയാമല്ലോ. വാഗ്ദാനത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനത്തിൽ 100% അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരുപക്ഷെ ഏക ആധ്യാത്മിക പരിചരണമാണ് ഈ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടി അവലംബപ്പെടുത്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. വാഗ്ദാനം എന്തുമാത്രമാണെന്നാണ് വിചാരിക്കണത്? അതായത് 8850 വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്, അല്ലാതെ മറ്റ് പഠനങ്ങളിലല്ല. അതാണ് എൻ്റെ അക്രൈസ്തവരുടെ ഏറ്റവും വലിയ ഗുണം. അതാണ്. എനിക്കറിയാം, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉടമ്പടി വർക്ക് ചെയ്യണത് സഭാ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. എന്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത്? അക്രൈസ്തവർക്ക് ഉടമ്പടി വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അയ്യോ, ബൈബിളിൽ ടേക്ക് ദ ബിഡപ്പ് ശ്രുതികട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഒരു ഭയങ്കര ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഇത് മൊണോപ്പൊളി ഇല്ല ഇതിൻ്റെ അകത്ത്. ഓപ്പൺ മാർക്കറ്റ്. മറ്റേത് റിസർവ്ഡ് ഇല്ല, ആർക്കെങ്കിലും വേണ്ടി റിസർവ് ചെയ്തിരിക്കണമല്ല. ഇപ്പം കൃപ റിസർവേഷനിലുള്ളതാണ്. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിത്യരക്ഷയ്ക്ക് ആവശ്യമായ കൃപ കൗതാശികമായി റിസർവ്ഡാണ് നിത്യജീവനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അന്ത്യ തീരുമാനങ്ങൾ എടുക്കുന്നത്, അക്രൈസ്തവരെക്കുറിച്ചുള്ള അന്ത്യ തീരുമാനം എടുക്കുന്നത് ആരാണ്? ദൈവമാണ് തീരുമാനം എടുക്കുന്നത്. അതെവിടെ നിന്നാണ് ആ തീരുമാനം വരുന്നത്? നിങ്ങളുടെ ആത്മാർത്ഥതയിലൂടെയാണ് തീരുമാനം കയറുന്നത്. നിങ്ങളുടെ ഓരോ വ്യക്തികളും ക്രിസ്തുവിനോട് ഇപ്പോൾ വിഷയബന്ധിയായിട്ട് നിങ്ങൾക്ക് ഉടമ്പടിയെടുക്കാം, വ്യക്തിബന്ധിയായിട്ട് ഉടമ്പടിയെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയായിട്ട് ഉടമ്പടിയെടുക്കുന്ന തുടക്കക്കാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അക്രൈസ്തവരിൽ നിന്ന് വരുന്ന തുടക്കക്കാരില്ലേ, അവർ ചെയ്യണത് വിഷയബന്ധിയായിട്ടാണ് ഉടമ്പടിയെടുക്കണം. അവർക്ക് IELTS പാസ്സാകണം, അവരുടെ വസ്തു വിൽക്കണം, കടങ്ങൾ മാറണം, വിഷയബന്ധിയാണ്. ഉടമ്പടിയുടെ ആദ്യ പ്രൈമറി ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയാണ്. ഉടമ്പടി കുറച്ചുകൂടി മച്ചുറായി കഴിയുമ്പോൾ, ഉടമ്പടി ജീവിതമാണല്ലോ, അത് വ്യക്തിബന്ധിയായിട്ട് മാറും. അത് ഓപ്ഷനിലാണ്. ഞങ്ങളാരും നിങ്ങളോട് വ്യക്തിബന്ധിയാകണമെന്ന് നിർബന്ധിക്കുകയോ നിർബന്ധപൂർവ്വം നിങ്ങളെ മതം മാറ്റുകയോ അങ്ങനെ വിഷയം വരെ ചെയ്തിട്ടുണ്ടോ? എന്നെ ഒരിക്കലും ചെയ്യത്തില്ല. അത് ദൈവം അവനവന് കൊടുക്കുന്ന കൃപയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് അവനവൻ ദൈവത്തോട് കാണിക്കുന്ന ആത്മാർത്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ചിലർ വസ്തുവിന് മാത്രം ദൈവത്തിൽ ആശ്രയിക്കും, ചിലർ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കും. അത് അവരുടെ വിഷയങ്ങളാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ആത്മബന്ധം നീയുമായിട്ടുണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ പ്രത്യേകമായി ഞങ്ങളോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ എൻ്റെ മക്കളോട് പറഞ്ഞിരിക്കണേ എന്താണ്? ഉടമ്പടി എന്ന് പറയണത് ബേസിക്കായിട്ട് അതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയണത് ആധാരം. ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിനൊക്കെ ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഉടനെ ചോദ്യം എന്താണ്? എന്ത് ആധാരം എന്ന് ചോദിക്കും. എന്താണ് അതിന്? സ്ഥലത്തിന് നമ്മൾ ആധാരം എന്നാണ് പറയണത്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ എന്താണ് ആധാരം? അതിനാണ് ആധാർ കാർഡ് എന്ന് പറയണത്. ബേസ്മെൻറ്റ് എന്താണ്? അതിൻ്റെ അടിസ്ഥാനം എന്താ? നിങ്ങൾ ഇന്ത്യക്കാരനാണ്, അടിസ്ഥാനം എന്താണ്? കാർഡ് കാണിക്കാം, നമുക്ക് ആധാർ കാർഡ് കാണിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സ്ഥലം, നിങ്ങളുടെ സ്ഥലമാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരം, നമുക്ക് ആധാരം ഉണ്ട് അതിന്. ഉടമ്പടിയുടെ ആധാരം എന്താ? ഉടമ്പടി ആധാരം എന്താ? നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ ദൈവമായിട്ട്? അപ്പോൾ അതിൻ്റെ ആധാരം എന്താ? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കണമെന്നുള്ളതിന് നിർബന്ധം എന്താ?
ഞാൻ ആ വാഗ്ദാനത്തിന് പറ്റുന്ന രീതിയിൽ അതിൻ്റെ നിബന്ധനകളെ പാലിക്കുന്നുണ്ട്. അതാണ് സംഭവം. സിമ്പിളല്ലേ? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉടമ്പടി അവലംബം എന്താണ്? അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങൾക്ക് കിട്ടണമെന്ന് എന്താ നിർബന്ധം? അത് ഞാൻ നിബന്ധനകൾ പാലിക്കുന്നുണ്ട്. അതാണ് വിഷയം. അച്ചാൽ നിബന്ധനകൾ പാലിച്ചാൽ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുമെന്നും ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി പാലിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ കരയറ്റുവാൻ ഈ ആരാധനയിലൂടെ പ്രത്യേകം കരുണയാകണമേ. എൻ്റെ പേര് റെജി. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മൂത്ത മോള് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് UK പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മോന് ഓൺസൈറ്റ് വഴി UK പോകുവാനെല്ലാം ഒത്തപ്പം മോൾക്ക് ഇവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് UK പോകേണ്ട ഒരു ആവശ്യം വന്നു. മോൾക്കതിന് ഭയങ്കര സങ്കടമായി പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി ഉടമ്പടി എടുക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി മമ്മി ഉടമ്പടി എടുക്കണം. എനിക്ക് ഇവിടുന്ന് തന്നെ ജോലി കിട്ടി. UK ഇവിടുന്ന് ഇൻ്റർവ്യൂ പാസ്സായി. എനിക്ക് അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഒത്തിരി 5-8 ഇൻ്റർവ്യൂവോളം അവൾ അറ്റൻഡ് ചെയ്തു. ചെറിയ ഇൻ്റർവ്യൂ ആയിട്ട് പോലും അതെല്ലാം ഫെയിലായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ട്. മോനെ ജോലി കിട്ടി മാത്രമേ UK മാതാവ് മോനെ കയറ്റി വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. അവൾ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് നല്ലൊരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചെറുത് പോലും കിട്ടിയില്ല, പിന്നെ എനിക്കിത് കിട്ടുമോ മമ്മി എന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് ആ ഇൻ്റർവ്യൂ അവൾക്ക് കിട്ടുകയും അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ ഇവിടുന്ന് ചെന്ന് തന്നെ അവിടെ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. അതിനുശേഷം അവൾ ഒരാഴ്ചയോളം ഹോട്ടലിലാണ് താമസിച്ചത്. ഒരാഴ്ച ഹോട്ടലിൽ താമസിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, മമ്മി ഞങ്ങൾക്കൊരു വീട് ശരിയാകുന്നില്ല, മമ്മി അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 26/7/2022 അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി. കർത്താവേ, കുഞ്ഞുങ്ങൾക്കൊരു വീട് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറിയത്. ധ്യാനത്തിൻ്റെ ഒടുവായപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ ഓൺലൈനായി പ്രാർത്ഥിക്കുന്ന ആരോ പറയുന്നു, എൻ്റെ കാര്യം അച്ഛനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് മനസ്സിലാഗ്രഹിക്കുന്നു. എനിക്ക് അറിയത്തില്ല എന്തുവാണ് എൻ്റെ കാര്യം എന്തെന്നറിയത്തില്ല, അമ്മയ്ക്കറിയാം, വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളുക എന്ന്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി നല്ലൊരു വീട് ഞങ്ങൾക്ക് ശരിയായി, ഞങ്ങൾ ശനിയാഴ്ച അങ്ങോട്ട് ഹോട്ടലിൽ നിന്ന് അങ്ങോട്ട് താമസം മാറും എന്ന് വിളിച്ച് പറഞ്ഞു. അടുത്തത് രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ച രണ്ടാമത്തെ കാര്യം, എൻ്റെ രണ്ടാമത്തെ മകളെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. ഒരു ഓഡിറ്റിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. മോളെ 2 വർഷമായി ജോലി ചെയ്യുന്നുവെങ്കിലും ജോലിയിൽ ഹൈക്കോ പ്രമോഷനോ ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി വെച്ചത് ഫലമായി അവൾക്ക് പ്രമോഷനുമായി ഹൈക്കുമായി. അത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. 6ാമതായി ഞാൻ സാക്ഷ്യം വെച്ചത്, എൻ്റെ ചേച്ചിയുടെ മകനെ കോവിഡ് കഴിഞ്ഞപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അത് വലിയ പ്രയാസമായിട്ട് 6 മാസമായി ബഹ്റൈനിൽ ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം രജിമാമേ എന്ന് എന്നോട് പറഞ്ഞ് ഞാനിതുപോലെ അവന് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചു. ഉടമ്പടി ധ്യാനം നടക്കുമ്പോഴൊക്കെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനെ അവിടെ പുതിയ ഒരു കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. 4ാമതായി എൻ്റെ ഭർത്താവിന് ഇച്ചിരി മദ്യപാനവും പുകവലിയും ഉണ്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പ് ഉപയോഗിച്ച് അത് പരിപൂർണമായി അത് മാറിക്കിട്ടി. അത് 4ാമത്തെ സാക്ഷ്യം. ഇതാ എനിക്ക് മാതാവും ദൈവവും ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളാണ്. എൻ്റെ മാതാവിനും ദൈവത്തിനും ഞാൻ കോടാനുകൂടി. എൻ്റെ പേര് സെറ്റ്ലീന. ഞാൻ കൊല്ലം രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 9 ഈ കഴിഞ്ഞ മാസമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിരുന്നത്.
ഞാൻ വന്നതെന്ന് പറയുന്നത് ഒത്തിരി വിഷമങ്ങളോടെയാണ് വന്നത്. പ്രധാനമായിട്ടും എൻ്റെ മോന് ജോലി ഇല്ലായിരുന്നു. 4 മാസമായി വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ജോലിയൊന്നും ആയില്ല. അങ്ങനെ ഞാൻ വന്ന് നിയോഗം വെച്ചതിൽ 3ാമത്തെ നിയോഗം എൻ്റെ മോൻ്റെ ജോലിയെക്കുറിച്ചായിരുന്നു. ഞാൻ വന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പേ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് എൻ്റെ മോന് ജോലി ലഭിക്കുകയും എൻ്റെ മോൻ നല്ലൊരു ജോലിക്ക് നല്ലൊരു കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറാൻ കഴിഞ്ഞു. പരിശുദ്ധ അമ്മയിലൂടെ ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ പേര് റോസ്ലി തോമസ്. ഞാൻ വെട്ടിമറ്റം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോൾക്ക് CMA USA പരീക്ഷ കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവൾക്ക് ക്ലാസ്സിലെല്ലാം ഫസ്റ്റായിരുന്നു, റാങ്കായിരുന്നു. ടീച്ചേഴ്സ് പറഞ്ഞു അവൾക്ക് റാങ്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പരീക്ഷയ്ക്ക് വന്നപ്പോൾ, തിരുവനന്തപുരത്തായിരുന്നു പരീക്ഷ എഴുതിയത്, പരീക്ഷയ്ക്ക് വന്നപ്പോൾ അവൾക്ക് പരീക്ഷാക്കുള്ളിൽ കയറിയപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. പഠിച്ചത് എന്താ പഠിക്കാത്ത എന്താന്ന് പോലും അറിയില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ടെൻഷൻ മൂലം ഒന്നും എഴുതാൻ പറ്റിയില്ലായിരുന്നു. കരഞ്ഞുകൊണ്ട് പരീക്ഷാക്കുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോന്നിരുന്നു. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് ഇവിടെ വന്ന് അമ്മയോട് എടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൾക്ക് വീണ്ടും 2ാം പ്രാവശ്യം പാർട്ട് 2 പരീക്ഷ എഴുതിയപ്പോൾ അതിൻ്റെ പകുതി ഭാഗം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് അമ്മയോട് വീണ്ടും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ എന്നെ വേദനിപ്പിച്ചവരോടൊക്കെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും അവരോട് സഹകരിച്ചു പോവുകയും ചെയ്യുകയും അതുപോലെ തന്നെ അമ്മയുടെ ഉടമ്പടിക്കാശിരി വിളിച്ച് പ്രാർത്ഥിക്കുകയും പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് തൈലം തൊട്ട് നെറ്റിയിൽ തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും പരീക്ഷയ്ക്ക് പോയപ്പോൾ കാശ് രൂപം കൊടുത്തു വിടുകയും പരീക്ഷാക്കുള്ളിൽ കാശൊന്നും കയറ്റത്തില്ലെങ്കിലും പുറത്ത് വെച്ച് അമ്മയുടെ രൂപം ഒന്നും കൂടി മുത്തിയിട്ട് പരീക്ഷാക്കുള്ളിൽ കയറിപ്പോയി പരീക്ഷ എഴുതി തിരിച്ചു വന്നപ്പോൾ അവൾ പറഞ്ഞു, പരീക്ഷ ഭയങ്കര പാടായിരുന്നു, കിട്ടുമോയെന്ന് തന്നെ സംശയമാണ്. കൃപാസന മാതാവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, അത്രയും പാടായിരുന്നു, എന്തൊക്കെയോ കറക്കി കുത്തി എഴുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് കൃത്യം പോയിന്റിൽ പരിശുദ്ധ അമ്മ അവൾക്ക് CMA USA 2 പേപ്പറുകൾക്കും പാർട്ട് 1നും 2നും മാർക്ക് നൽകി അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മ. അതോടൊപ്പം തന്നെ അവൾക്ക് പെട്ടെന്ന് തന്നെ വിദേശത്തേക്ക് പ്രാക്ടീസിൻ്റെ 1 വർഷം കഴിഞ്ഞപ്പോൾ ദുബായിലേക്ക് പോകാനും പെട്ടെന്ന് തന്നെ അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ആ മാസം തീരുന്നതിന് അവസാനം തന്നെ അവൾ പോയപ്പോഴെല്ലാം ഞാൻ കൊന്ത ചൊല്ലി അമ്മയുടെ കാശുരൂപം വെച്ച് തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി ആ മാസത്തിൻ്റെ അവസാന ഭാഗമായപ്പോഴത്തേക്കും അവൾക്ക് സിയയുടെ കമ്പനിയിൽ, നല്ല പ്രശസ്തമായൊരു കമ്പനിയിൽ, ദുബായിൽ സിയയുടെ കമ്പനിയിൽ അത്യാവശ്യം നല്ല ശമ്പളത്തിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി. അതോടൊപ്പം തന്നെ ഞങ്ങൾ ജോലി കിട്ടി. 2ാമത്തെ പ്രാവശ്യം ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ മെയ്യിൽ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങൾക്ക് നല്ല മനോഹരമായ നല്ലൊരു ഭവനം തന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ നല്ലൊരു ഭവനം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. 2ാമത്തെ മോൾക്ക് OIT പഠിപ്പിക്കുവാനുള്ള ജോലിയും കൃപയും കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. മാതാവിൻ്റെ ഈ വലിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഈശോയ്ക്കും മാതാവിനും 1000 സ്തുതി, നന്ദി, സ്തോത്രം, ആരാധന, മഹത്വം. എൻ്റെ പേര് മരിയ. കുറുമനാട് ഇടവക ഫെറോന പള്ളിയിൽ നിന്ന് ഞാനിവിടെ വരുന്നു. 2019 മുതൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സ്ഥലമില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ, എനിക്ക് ആരെങ്കിലും 2 സെൻറ്റ് സ്ഥലം തന്ന് എനിക്കൊരു ഭവനം പണിയാനുള്ള കൃപ തരണേന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 3 സെൻറ്റ് സ്ഥലം തരാനിരുന്ന ആൾ 5 സെൻറ്റ് സ്ഥലം തരികയും പള്ളിയിൽ നിന്ന് എനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു. കൊറോണയൊക്കെ വന്നപ്പോൾ പള്ളിയിൽ നിന്ന് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞങ്ങൾ ഒത്തിരിയേറെ വിഷമിച്ച് 1 വർഷം അത് പാഴായി അവിടെ കിടക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ മാതാവിൻ്റെ അടുത്ത് 33 പ്രാവശ്യം കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അച്ഛൻ തിരിച്ചു വിളിക്കുകയും ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഭവനം പൂർത്തിയായി ഞങ്ങളതിൽ താമസിക്കുകയും ചെയ്തു. പിന്നെ ഭവനത്തിനകത്ത് വെള്ളമില്ലായിരുന്നു. ഒരു കുഴൽക്കിണർ കുഴിച്ചു, പക്ഷേ വെള്ളമില്ല. 2ാമത് ഒരു കുഴൽക്കിണർ കൂടെ കുഴിച്ചു, വെള്ളമില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ, നീ തന്ന പാറമേൽ പണിത ഭവനത്തിൽ നിന്ന് നീ തന്നെ എനിക്ക് വെള്ളം തരണം, ഈ പാറമേൽ നിന്ന് തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ മകൻ ആ വസ്തുവിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു ഓലി പോലെ കുഴിച്ചിട്ട് അവൻ തന്നെ അത് കുഴിച്ച് അവൻ്റെ അരയോളം ആക്കി. അപ്പോൾ ഒരു സ്ഥലത്ത് പാറയും ഒരു സ്ഥലത്ത് ചീങ്കയുമായിരുന്നു. ഈ ചീങ്കയിൽ നിന്ന് 3-4 ഉറവകൾ വരികയും പാറയിൽ നിന്ന് വെള്ളം വരുന്നുമില്ലായിരുന്നു.
അപ്പോൾ അവന് വയ്യാതായപ്പോൾ അവൻ വേറെ ആളിനെ നിർത്തി കുഴിച്ചപ്പോഴത്തേക്കിന് പാറയ്ക്കകത്തുനിന്നും വെള്ളം 3-4 ഉറവകളായി വന്നു. അസാധ്യമെന്ന് പറയട്ടെ, 5 അരിഞ്ഞാണം ഞങ്ങൾ റിങ് ഇറക്കി 2 പ്രാവശ്യം വെള്ളം നല്ലതാക്കാൻ വേണ്ടി മോട്ടർ വെച്ച് വെള്ളം പറ്റിച്ച് നല്ലതാക്കി വെള്ളം എടുത്തത്. ഇപ്പോൾ 5 അരിഞ്ഞാണം ഞങ്ങൾ ഇറക്കുകയും ചെയ്തു. 4 അരിഞ്ഞാണം കവിഞ്ഞ് വെള്ളം നിൽക്കുകയും കണ്ണുനീർ പോലത്തെ വെള്ളം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതേ സ്ഥാനത്ത് അവിടെയുള്ള കിണറുകളിലെല്ലാം ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും അമ്മ എനിക്ക് തരാതെ നല്ല വെള്ളം തന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അമ്മയ്ക്കും മാതാവിനും. പിന്നീട് എൻ്റെ ദേഹത്ത് 3-4 വർഷമായിട്ട് ദേഹത്ത് മുഴുവൻ അലർജിയുടെ ചൊറിച്ചിലായിരുന്നു. ഒരു ദിവസം ഞാൻ ഇവിടുത്തെ പത്രം വാങ്ങിക്കൊണ്ട് പോയി അത് ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് അലർജി രോഗം സൗഖ്യപ്പെട്ടെന്ന് അതിൽ കണ്ടു. ഉടനെ തന്നെ ഞാൻ അമ്മ തന്ന ഉപ്പ് എടുത്തും കൊണ്ട് ഉടനെ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ആ ഉപ്പ് വെള്ളത്തിൽ ഉപയോഗിച്ച് എൻ്റെ ദേഹത്ത് തേച്ചു. പിന്നെ ഇതുവരെയും എനിക്ക് ആ ചൊറിച്ചിലുണ്ടായിട്ടുമില്ല, ഒരു കുഴപ്പവുമില്ല. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് 1000 നന്ദി കൃതജ്ഞത ആരാധനയെ സമർപ്പിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ലൈസ. ഞാൻ കോട്ടയം അമയന്നൂരിൽ നിന്നാണ് വരുന്നത്. 2022 ജനുവരി 3-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. കൃപാസനത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു, പത്രങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വായിക്കാൻ ഒരിക്കലും മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കൃപാസന ഉടമ്പടിയെക്കുറിച്ചോ ഇവിടുത്തെ ഉടമ്പടിയുള്ള അറിവിനെക്കുറിച്ചുള്ള യാതൊരുവിധ അറിവും ധാരണയും ഇല്ലാതിരുന്നുകൊണ്ട് ഞാനതിനെ പലപ്പോഴും അവഗണിച്ച് കളയുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൈന്ദവരായ 2 സുഹൃത്തുക്കൾ ഇവിടെ വരുന്നെന്ന് പറഞ്ഞു. അവരുടെ മക്കളുടെ വിവാഹാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ അവർ പോകുന്നു, അപ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ഞാൻ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് വിചാരിച്ച് ഞാനും അവരുടെ കൂടെ വന്നു. ഇവിടെ വന്ന് ഉടമ്പടികളൊക്കെ യാന്ത്രികമായി തന്നെയാണ് എല്ലാം എടുത്തതും എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെ ചെയ്തു പോയി. എന്തൊക്കെയോ സംശയങ്ങളും വിമർശന ബുദ്ധികളൊക്കെയാണ് എൻ്റെ തലയിൽ അപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാം എടുത്തു പോയി. വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം രാവിലെ മുതൽ എനിക്ക് ഒരു വീട്ടിൽ 2 വ്യക്തികൾ, ഒരമ്മയും മകനും ഇവിടെ വസിക്കുന്നതായിട്ട് അദൃശ്യമായിട്ട് കാണാൻ പലപ്പോഴും അനുഭവപ്പെട്ടു. അപ്പോൾ ഇതാരാണെന്ന് എന്താണെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അനുജൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ചേച്ചി അച്ഛൻ ഇങ്ങനെ പറയാറുണ്ട്, ഉടമ്പടി എടുത്ത് പോകുന്നവരുടെ കൂടെ മാതാവും യേശുവും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ആ വിശ്വാസം വന്നതും ബോധ്യം വന്നതും. അതിനുശേഷം ഞാൻ നിയോഗത്തിൽ 6 കാര്യങ്ങൾ വെച്ചിരുന്നതിൽ ഒരു കാര്യമായിരുന്നു മകന് കാനഡയിൽ പോകാൻ ദൈവം ഇഷ്ടമാണെങ്കിൽ അത് നടത്തി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാശുരൂപം മകൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. അവൻ ആ ഫയലിൽ കാശുരൂപം വെച്ച് അവനും പ്രാർത്ഥിച്ചിരുന്നു. ഏകദേശം പകുതിയിലധികം പേർക്കും കാനഡയിലെ വിസ റിജക്റ്റ് ആവുകയാണെന്ന് കേട്ടത്. എങ്കിലും ദൈവമേ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മകന് കാനഡയിൽ പോകാൻ അവസരം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവന് കാനഡയിൽ നിന്ന് വിസ വന്നു. അവന് ഇപ്പോൾ 1 മാസം മുൻപ് ഇവിടുന്ന് പോയി. ഇപ്പോൾ അവിടെ ഉപരിപഠനത്തിനാണ് പോയത്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഏകദേശം 10 മാസത്തോളം എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. ചുമ എന്ന് പറഞ്ഞാൽ ചുമ തുടങ്ങിക്കഴിഞ്ഞ ഒരു 10 മിനിറ്റ് സമയത്തേക്ക് നിർത്താതെയുള്ള ചുമ, തൊണ്ടയിൽ ഭയങ്കര ചൊറിച്ചിലും അസ്വസ്ഥതയും, കണ്ണിൽ നിന്ന് വെള്ളം വരികയൊക്കെ ചെയ്യുമായിരുന്നു. പല മരുന്നുകളും കഴിച്ചു, ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിച്ചു. എത്ര കഴിച്ചിട്ടും മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാക്ഷി ഞാൻ കേട്ടു. ഈ ഉപ്പ്, ഉടമ്പടിക്ക് എടുത്ത ഉപ്പ് 3 പ്രാവശ്യം വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കഴിച്ചാൽ അത് മാറുന്നൊരു സാക്ഷി ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാനും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ, എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഞാനും വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഒരു ദിവസം 3 പ്രാവശ്യം വീതം ആ ഉപ്പ് ഉപയോഗിച്ച് അങ്ങനെ 7 ദിവസം ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചുമ പരിപൂർണമായിട്ട് മാറി. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഡ്രൈവിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. ഡ്രൈവിങ് പഠിക്കാൻ പോകുമ്പോൾ 63 വയസ്സായി എനിക്ക്. അപ്പോൾ എനിക്ക് ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാൻ. അപ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ കാശുരൂപം എടുത്തുകൊണ്ട് പോയി, ഇതൊരു ആവശ്യമാണല്ലോ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പോകും. മാതാവിൻ്റെ കാശുരൂപമായിട്ട് പോകുന്ന ദിവസം എനിക്ക് നന്നായിട്ട് കോൺസെൻട്രേഷനോട് ചെയ്യാൻ പറ്റും. ചില ദിവസങ്ങളിലൊക്കെ ഞാനത് മറന്നു പോകും. ആ മറന്നു പോകുന്ന ദിവസം വണ്ടി നിർത്തി കഴിയുമ്പോൾ
പെട്ടെന്ന് വണ്ടി പുറകോട്ട് പോകുന്ന പോലെ എനിക്കതിന് പല പ്രാവശ്യം അനുഭവപ്പെട്ടപ്പോൾ ഞാൻ കൂടെ ഇരുന്നവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ, വണ്ടി പുറകോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്രയും ദിവസം എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റിയതെന്നുള്ളൊരു വസ്തുത മനസ്സിലായി. പിന്നീട് പിന്നെയും ചെറുതും വലുതുമായി കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും യേശുവിനും മാതാവിനും നന്ദി പറയുന്നു.